നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയോട് യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളൂ എന്നായിരുന്നു പാകിസ്ഥാന്റെ വെല്ലുവിളി. 130 ആണവായുധങ്ങൾ അത് പ്രദർശനത്തിനുള്ളതല്ലെന്നും ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നും വീണ്ടും ഭീഷണിപ്പെടുത്തി. എന്തിനേറെ, ഇന്ത്യക്കാരുടെ ചോര കൊണ്ട് സിന്ധു നദിയിൽ രക്തപ്പുഴയൊരുക്കും എന്നുപോലും പാകിസ്ഥാനിലെ ഞാഞ്ഞൂൽ നേതാക്കൾ വരെ വീരവാദം മുഴക്കി. അതേ പാകിസ്ഥാൻ ഇപ്പോൾ പരക്കം പായുകയാണ്. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ ഇടപെടണം എന്നുമാണ് പാകിസ്ഥാന്റെ അപേക്ഷ. മാത്രവുമല്ല, പാക് പോസ്റ്റുകളിൽ നിന്ന് സൈനികർ പിന്മാറിയതായാണ് റിപ്പോർട്ട്. പല പാക് പോസ്റ്റുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ല. പോസ്റ്റുകൾക്ക് മുകളിലെ പാക് കൊടികളും മാറ്റിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനെതിരെ സമഗ്രമായ യുദ്ധതന്ത്രം ആണ് ഇന്ത്യ ആവിഷ്കരിച്ചിരിക്കുന്നത്. ജലയുദ്ധത്തിന് പിന്നാലെ വ്യാപാര നിയന്ത്രണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. വ്യാപാര കരാറുകളിൽ നിന്നും പിന്മാറി. സമൂഹ മാധ്യമങ്ങളിലും വലിയ നിയന്ത്രണം ആണ് ഏർപ്പെടുത്തിയത്. പാക് അനുകൂല ചാനലുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നിരോധിച്ചു. അടുത്തത് സാമ്പത്തിക ഉപരോധമാണ്. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധി, വിപണിയിലെ തകർച്ച, രാഷ്ട്രീയ അസ്ഥിരത, തൊഴിലില്ലായ്മ, അടിക്കടിയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ തകർച്ചകളിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ കിതയ്ക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാനാവില്ല. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബ്രിഗേഡിയർ വേണു നായർ, ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള, കേണൽ RG നായർ, ശ്രീ ഷാബു പ്രസാദ് വിദേശകാര്യ നിരീക്ഷകൻ, മിഥുൻ വിജയകുമാർ വിദേശകാര്യ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ബ്രിഗേഡിയർ വേണു നായർ, ഈ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആദ്യ പ്രതികരണം എന്നത് നിങ്ങൾ ജലം തടഞ്ഞാൽ അതിനെ യുദ്ധമായി കാണേണ്ടി വരും, ഞങ്ങൾ യുദ്ധത്തിനൊരുക്കമാണ്, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ എന്നായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും, ഐക്യരാഷ്ട്രസഭ അടക്കം ഇടപെടണം എന്ന് പാകിസ്ഥാൻ പറയേണ്ടി വരുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാൻ ഭയക്കുകയല്ലേ? എല്ലാവർക്കും ജയ് ഹിന്ദ്. പാകിസ്ഥാൻ ആർമിയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഹാഫ് ശരിക്ക് കളിക്കുന്ന ഒരു ടീമിനെ കൂട്ടാണ്. ഏതെങ്കിലും യുദ്ധം അവർ ജയിച്ചിട്ടുണ്ടോ? ഇന്ത്യയുമായിട്ട് 1947, 48, 65, 71, കാർഗിൽ 99 വരെയുള്ള ചരിത്രം എടുത്തു നോക്കൂ. അവരുടെ ഭയങ്കര ഹൈ ഡിസൈനും പ്ലാനും എയിമും ഒബ്ജക്റ്റീവ്സും ഒക്കെ ആയിട്ട് തുടങ്ങുന്നതാണ്. 47 ശ്രീനഗറിന് അടുത്തുവരെ എത്തി. ഇന്ത്യൻ ആർമി ഇടപെട്ട് JNK മഹാരാജാവ് ഇന്ത്യയോട് ചേർന്നപ്പോൾ 28 സെപ്റ്റംബർ ഇന്ത്യൻ ആർമി എയർഫീൽഡിലെത്തുന്നു. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ തിരിച്ചോട്ടമായിരുന്നു. ആ ഓട്ടത്തിൽ അത് നിന്നുപോയ കാര്യങ്ങളും അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇല്ലെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ POK ഉണ്ടാകില്ലായിരുന്നു, ആർമിയെ പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അവിടെ അവർ തോറ്റു. 65 അവരുടെ വിചാരം കബാലീസ്, അവരുടെ ആർമിക്കാരാണ് കബാലികളായിട്ട്, പഷ്തൂൺകാരെ കൂടെ കൂട്ടിയാണ് വന്നത്. അതാണല്ലോ ഈ കബാലികൾ എന്ന് പറയുന്നത്. അവരെ കൂട്ടി വന്ന് ശ്രീനഗറിലെ പബ്ലിക് അവരുടെ കൂടെ ചേരുമെന്ന് കരുതിയിട്ടാണ് യുദ്ധം തുടങ്ങിയത്. അത് തുടങ്ങിയതുപോലെ തന്നെ അതും ഫിസിലൗട്ടായി. അവർ വിചാരിച്ച പോലെ പബ്ലിക് അവരുടെ കൂടെ നിന്നില്ല. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ആർമി കമാൻഡർ അവിടെ പഞ്ചാബിൽ ഒരു പുതിയ യുദ്ധമുഖം തുടർന്നു. നമ്മളെ ഹാജിപീർ വരെ നമ്മൾ പിടിച്ചെടുത്തു. പക്ഷേ അതും USSR ഒക്കെ കൂട്ടി അത് നിർത്തി. പക്ഷേ അതിൽ മുൻകൈ നമുക്കായിരുന്നു. അവരുടെ പാറ്റൻ ടാങ്ക് നഗർ ഉണ്ടായ കാര്യം നമുക്കറിയാം. പാറ്റൻ ടാങ്ക് പുതിയതായിട്ട് കിട്ടി. അതുപോലെ തന്നെ US-ൻ്റെ നല്ല ന്യൂ ജനറേഷൻ എയർക്രാഫ്റ്റുകൾ അവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ കാശ്മീർ പിടിച്ചെടുക്കാമെന്നാണ് അവർ വിചാരിച്ചത്. അതും ഇറ്റ് ഓൾസോ ഫെയിൽഡ്. 71 നമുക്കറിയാം, ഈ രണ്ട് നോർത്ത് വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ
പകുതിയായിട്ട് പാകിസ്ഥാൻ മാത്രമായി, വെസ്റ്റ് പാകിസ്ഥാൻ മാത്രമായി. ഇനി ഒരു പുതിയ രാഷ്ട്രമായ ബംഗ്ലാദേശ് ഉണ്ടായി. അതിൽ 93,000 POWs ആണ് അന്ന് നമ്മുടെ കീഴിലുണ്ടായിരുന്നത്. അത് എത്ര രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഇത്രയും ഒരു സറണ്ടർ ഉണ്ടായ ഒരു രംഗം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ചെയ്ത ഒരു ആർമിയാണോ അവർ പറയുന്നത്? അവരെ ഞങ്ങളെ നോക്കി ഇരുന്നോളൂ എന്ന് പറയുന്നത്. 99-ലെ കാര്യം കാർഗിൽ നോക്കൂ. ഒരു 6 ഫേസസ് ഉള്ള ഒരു പ്ലാനാണ് അവർ പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിരുന്നു നമ്മളെ വിൻ്റർ വെക്കേറ്റ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് രണ്ടു കൂട്ടരും ഒരു അലിഖിത ഒരു ട്രഡീഷനായിരുന്നു. വിൻ്റർ വെക്കേറ്റ് ചെയ്ത പോസ്റ്റ് അവർ കയറി നേരത്തെ ഇരുന്നു. അത് നമ്മുടെ വാജ്പേയി സമാധാനത്തിന് വേണ്ടി ലാഹോർ യാത്ര നടത്തിയ അതിൻ്റെ പുറകിലാണ് നടന്നത്. എന്നിട്ട് അവസാനം അവർക്ക് പോകേണ്ടി വന്നില്ലേ? അവർ നോർത്തേൺ ലൈറ്റ് ഇൻഫൻട്രിയിൽ ഉണ്ടായിരുന്ന അവരുടെ ഭടന്മാരുടെ മൃതശരീരങ്ങൾ പോലും അവരെടുത്തിട്ടില്ല. അപ്പോൾ ഒരു മിലിറ്ററി ഇതോസ് നോക്കാത്ത, നമ്മുടെ പ്ലാൻ മുഴുവനും എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു ആർമിയാണ് അവർ. അപ്പം ഇപ്പോഴത്തെ സ്ഥിതി എടുത്താൽ പാകിസ്ഥാൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിൻ്റാണ് ഇപ്പോഴും. അവരുടെ 4 സംസ്ഥാനങ്ങളുള്ളത് ബലൂചിസ്ഥാൻ. അബൌട്ട് 54% ഓഫ് പാകിസ്ഥാൻ ഈസ് ബലൂചിസ്ഥാൻ. അവർ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കിഴക്ക് നോർത്ത് ഈസ്റ്റിലുള്ള പക്തൂൺഖ, പണ്ടത്തെ NWFPയിലാണെങ്കിൽ അവിടെയും കുട്ടിച്ചോറാണ്. അവരുടെ സ്ട്രാറ്റജിക് ഡെപ്ത് കുറവാണെന്നാണല്ലോ അവരെപ്പോഴും പറഞ്ഞിരുന്നത്. എനിക്ക് 70s ഓർമ്മയുണ്ട്. അവരുടെ മെയിൻ പാക് ആർമിയുടെ മെയിൻ ഒരു പ്ലാൻ, ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു, ജാർബിയ മൊമെയിൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഡെപ്ത് കുറവാണ്. അതുകൊണ്ട് സ്ട്രാറ്റജിക് ഡെപ്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കയറി ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പരിപാടി. അതില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും കൂടെ കിട്ടിയ അവർക്ക് സ്ട്രാറ്റജിക് ഡെപ്ത് ഉണ്ടാകുമല്ലോ. അപ്പോൾ എപ്പോഴും ഈ 20 വർഷം USA അവിടെ ഉണ്ടായി, ആൻറ്റി റഷ്യൻ അനുമുമ്പ് ഉണ്ടായിട്ട് അതിനുവേണ്ടി ഇത് ഭീകരവാദികളെ അവർ വളർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ അവർക്കെതിരാണ്. അപ്പോൾ അവിടെയും ഒരു കുറച്ച് ഫോഴ്സസിനെ അവർക്ക് വിടാതെ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടും വീക്കസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അവർ ഇൻറ്റേർണൽ ഇൻട്രസ്റ്റ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പഹൽഗാമിലുള്ള ആക്രമണം ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയായിരിക്കും കാര്യം. തീർച്ചയായും അങ്ങനെ ഒരു നിരീക്ഷണം പൊതുവിൽ ഉണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യതയായിരുന്നു. അതാണ് ഈ ടെൻഷന് കാരണം എന്ന് ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ അതിലൊന്നായിരുന്നല്ലോ 130 ആണവായുധങ്ങൾ ഞങ്ങൾ കരുതി വെച്ചിട്ടുള്ളത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ല, അത് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് എന്നുവരെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഇന്ത്യയെ ഏതർത്ഥത്തിലും തളർത്താനും ചെറുക്കാനും പ്രതിരോധിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന ഒരു പരസ്യമായ പറച്ചിലായി വേണമായിരുന്നു അതിനെ കാണാൻ. പക്ഷേ ഇപ്പോഴിതാ പാകിസ്ഥാൻ ഭയക്കുകയാണ്. 36 മണിക്കൂറിനുള്ളിൽ ആക്രമണം ഉണ്ടാകും എന്നവർ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇവിടെ പാകിസ്ഥാന്റെ പ്രതീക്ഷയ്ക്കപ്പുറം നടന്നത് എന്താണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്? എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമുണ്ടല്ലോ, ഉറപ്പായിരുന്നു. ഇപ്പൊ ഉറി പോലെയോ ബാലക്കോട്ട് പോലെയോ ഒക്കെയുള്ള ഒരു സർജിക്കൽ പ്രസിഷൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ആ ഒരു കാരണം പറഞ്ഞ് രാജ്യത്ത് ഉടനീളം ഇന്ത്യ വിരുദ്ധ വികാരം ഉയർത്തി അവരുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ട് അവരുടെ അവിടെ ഇപ്പൊ തന്നെയുള്ള ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ മാറ്റി ജനങ്ങളെ ഒന്ന് സർക്കാരിനും ആർമിക്കും അനുകൂലമായിട്ട് ഒന്ന് യുണൈറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടാകും ഇന്ത്യ ഒന്ന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ. അതായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ സംഭവിച്ചത് അതല്ല. ഇപ്പം ഇവിടെ ബഹുമാനപ്പെട്ട ബ്രിഗേഡിയർ ഇവിടെ ഇരിക്കുന്നു. എന്താണ് ഒരു യുദ്ധത്തിലെ ഒരു ആർമി, ഒരു സേന എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എങ്ങനെയായിരിക്കും വരിക? അതായത് ശത്രു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള തിരിച്ചടി. അതായത് എല്ലായിടത്തും ഒരു സർപ്രൈസ് എലമെന്റ് അവിടെ ഉണ്ടാകും. ഇവിടെയും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ആദ്യം ആ നയതന്ത്ര തലത്തിലുള്ള ഈ സിന്ധു നദീജല കരാർ നിന്ന് തൽക്കാലം സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം. 3 മഹായുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും ഈ സിന്ധു ജലത്തിൽ ഇന്ത്യ തൊട്ടിട്ടില്ല.
എന്നാൽ ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. കാര്യം സിന്ധുവിലെ ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ജീവജലമാണ്. അവിടെ പാകിസ്ഥാനെ മരിപ്പറമ്പാക്കാൻ അത് മതി, ആ ഒരൊറ്റ തീരുമാനം മതി. അത് പിന്നെ മറ്റൊന്ന്, ഇവർ പ്രതീക്ഷിച്ചിരുന്ന കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യും, അവർ തെരുവിൽ ഇറങ്ങും എന്നുള്ളത് സാധാരണ അതാണ് ചരിത്രം. ഇന്ത്യ വിരുദ്ധ, ഇന്ത്യയുടെ പതാക കത്തിക്കല്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ പാകിസ്ഥാനിലുടനീളം പ്രക്ഷോഭങ്ങളോ ഒക്കെ ഉണ്ടാവും. അത് ഒരുപക്ഷെ പാകിസ്ഥാനും മാത്രമായിരുന്നില്ലല്ലോ ശ്രീ ഷാബു പ്രസാദ്, ജമ്മു കാശ്മീരിൽ പോലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തിന് അവിടെ പ്രത്യേകം പതാക ഉയർത്തുക എന്നതൊക്കെ ആയിരുന്നല്ലോ ശീലം. അതെ, അതാണ് ഞാൻ അതിലേക്കാണ് വരുന്നത്. അതും സംഭവിച്ചില്ല. അതും കൂടാതെയാണ് ഇവിടത്തെ ഇന്ന് ഈ ബലൂചിസ്ഥാന്റെ ഒരു നേതാവ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടിവിയിൽ അത് കണ്ടു. അതായത് ദിസ് ഈസ് ദ ടൈം ടു യുണൈറ്റ് ആൻഡ് ഫൈറ്റ് അഗൻസ്റ്റ് ദ ഇൻസർഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട്, അതായത് പാകിസ്ഥാനെതിരെ. എന്നിട്ട് ഇവിടെ പഷ്തൂൺ, ഖൈബർ പഷ്തൂൺഖ്വ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ആ ഭാഗത്ത്, അവിടെയും പ്രശ്നമാണ്. അവരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോ യുണൈറ്റ് ചെയ്യണം, ഇതാണ് അവസരം, ഇതാണ് സമയം എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ ഉണ്ടാകുന്ന, ആ രാജ്യത്തുണ്ടാകുന്ന ഇങ്ങനൊരു കാര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. ഇത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതൊന്നുമല്ല അഭിലാഷേ. ഇത് കാലങ്ങളായി ഇന്ത്യ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം സംഭവിക്കേണ്ടത് എന്നുള്ളതിന്റെ ആക്ഷൻ വളരെ നേരത്തെ എടുത്തിട്ടുണ്ട്. വളരെ നേരത്തെ, അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് നരേന്ദ്രമോദി പറഞ്ഞത്, അതായത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. അന്ന് മുതൽ തന്നെ അവിടെ ഡാമുകളിൽ നിന്ന് വെള്ളം തിരിച്ചുവിടാനും കനാലുകൾ വെട്ടാനും ഒക്കെ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യണം എന്നുള്ളത് വെൽ പ്ലാൻഡ് ആണത്. അതാണ് ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നത്. അങ്ങനെ 4 വശത്ത് നിന്നും, എല്ലാ വശത്ത് നിന്നും അട്ടപടലം പൂട്ടപ്പെട്ട ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. ശരി, നമുക്കത് വാദത്തിന് വേണ്ടി, എനിക്കതിൻ്റെ അകത്ത് വേറെ അഭിപ്രായമുണ്ട്. പാകിസ്ഥാൻ ആണവായുധം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ശരി, ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അതുണ്ടെങ്കിൽ അത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ഭാരയാകാൻ പോകുന്നത്. ആലോചിച്ച് നോക്കൂ, ഉത്തരവാദിത്വം ഇല്ലാത്ത, ലോക സമൂഹത്തിനോട് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഇതുപോലെയുള്ള ഒരു ഭീകര രാജ്യത്തിന്റെ കയ്യിൽ, ഒരു ഭീകര കൂട്ടത്തിന്റെ കയ്യിൽ ന്യൂക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക ജനതയ്ക്ക് ഭീഷണിയാണ്. ഈ പാശ്ചാത്യ, അതായത് വൻശക്തികൾക്ക് കയറി നിരങ്ങാൻ അത് മതി. ഇപ്പൊ നമുക്കറിയാം 2001 എന്ത് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇറാഖിലോട്ട് ഇടിച്ചു കയറിയത്? സദാം ഹുസൈന്റെ കയ്യിൽ കെമിക്കൽ വെപ്പൺസ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ്. അത് മതി. കാര്യം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ്. അത് മാത്രമല്ല, അവരിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏതെങ്കിലും രാജ്യം ആണവ ശക്തികൾ ഇതേപോലെ ഞങ്ങളുടെ കയ്യിലുള്ള ബോംബ് തകർത്തുകളെയും ചുട്ടുകളെയും, ആണവ ബോംബാണ് തീർത്തുകളെയും, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുന്നു എന്നുള്ളത് തന്നെ അവര് ഈ ലോക സമൂഹത്തിനോടുള്ള ഏറ്റവും വലിയ നിരുത്തരവാദിത്വമാണ്. ഇതെല്ലാം ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരെ ഇപ്പോൾ നടക്കുന്ന ഒരു സൈക്കോളജിക്കൽ വാറാണ്. ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് ഈ സൈക്കോളജിക്കൽ വാറിൽ അവരെ ഇങ്ങനെ നിമിഷം അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്, അവർക്ക് അത് അറിയുകയും ചെയ്യാം. അവരുടെ 8 സബ്മറൈനുകളിൽ 2 എണ്ണം മാത്രമേ വർക്കിംഗ് ഉള്ളൂ, ബാക്കിയെല്ലാം ഡ്രൈഡോക്കിലാണ്. അവരുടെ ആയുധങ്ങൾക്കൊന്നും സ്പെയർ കിട്ടുന്നില്ല, വിമാനങ്ങൾക്ക് സ്പെയർ. അവരുടെ എയർഫോഴ്സിന്റെ 2/3 വിമാനങ്ങൾ ഗ്രൗണ്ടഡ് ആണ്. F-16 തൊട്ടു പോകരുതെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. F-16 അമേരിക്ക കൊടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ അനുവാദമില്ലാതെ ആ സാധനം ഉപയോഗിക്കാൻ കഴിയില്ല. ഇങ്ങനെ എല്ലാ വശത്ത് നിന്നും അടിമുടി തളർന്നു നിൽക്കുന്ന അവസ്ഥയാണിത്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിരുന്ന ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കളയും, ചുട്ടുകളയും, കൊന്നുകളയും, ഒഴുക്കിക്കളയും എന്നൊക്കെ പറയുന്നത് അത് അവരുടെ ഫ്രസ്ട്രേഷനിൽ നിന്ന് വരുന്ന ഒരു നിലവിളിയാണ്. തീർച്ചയായും. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ ഇത്തരത്തിൽ, അതായത് ഈ ചർച്ച തുടരുമ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല. നേതാക്കളുടെ വീരവാദങ്ങളും ഒക്കെ തുടരുന്നുണ്ട്. ഇപ്പോൾ ബിലാവൽ ഭുട്ടോയെ പോലെയുള്ള നേതാക്കൾ വരെ പറയുന്നത് സിന്ധു നദിയിലൂടെ രക്തപ്പുഴ ഒഴുകുമെന്നാണ്. അതിന്
ഒവൈസി കൊടുത്ത മറുപടി മാത്രം മതി എന്ന് പരിശോധിക്കാൻ. പക്ഷേ ഈ നേതാക്കൾ പോലും രാജ്യം വിട്ടിട്ടുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ സേഫായി മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഭീകരവാദം ഞങ്ങൾ വളർത്തിയിരുന്നുവെന്നും അത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു വളർത്തിയത്, ഇപ്പോഴങ്ങനെ ഞങ്ങൾ വളർത്തുന്നില്ല എന്നുമൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി തന്നെ ടെലിവിഷൻ ചർച്ചയിൽ അടക്കം പറയുന്നൊരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യ പിടികൊടുക്കാതിരിക്കുകയാണോ? എന്താണ് ഇന്ത്യ കരുതി വെച്ചിട്ടുള്ളത് എന്നത് ഒരു സാമാന്യ യുദ്ധതന്ത്രത്തിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതാണോ വസ്തുത? അല്ല അഭിലാഷേ, ബിലാവൽ ഭൂട്ടോ എന്ത് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ഇഷ്യൂ തുടങ്ങിയപ്പം പാകിസ്ഥാൻ എടുത്തൊരു വലിയ അഗ്രസീവ് സ്റ്റാൻസ് ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്, നിങ്ങൾ അവിടെ വെള്ളം തടഞ്ഞുകൊള്ളൂ, ഞങ്ങളത് നേരിട്ടോളാം എന്നൊക്കെ അവരുടെ എന്താ പറയുക ഞാനൂർ നേതാക്കൾ പോലും പറഞ്ഞു നടക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് പാകിസ്ഥാന്റെ ഒരു നിലപാട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ തന്നെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് തന്റെ സഹോദരനായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കണ്ടിട്ട് ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അതായത് ഒരു യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു അവസ്ഥയല്ല, വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് തന്റെ സഹോദരന്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പാകിസ്ഥാന് തികച്ചും മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് നവാസ് ഷെരീഫിന് അറിയാം. കാരണം കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് ഉണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നവാസ് ഷെരീഫിന് നല്ല അനുഭവമുണ്ട്. അപ്പൊ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഉള്ളിൽ നമ്മളെ എക്സ്റ്റേണൽ ഇഷ്യൂസ് ഇപ്പൊ ഇന്ത്യയെ നേരിടുക എന്നത് ഒരു വശത്തുണ്ടെങ്കിൽ പോലും അവിടെ ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് അവർക്ക് ഏറ്റവും വലിയ ഇഷ്യൂ. കാരണം ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ അവർക്ക് മറ്റൊരു ഇഷ്യൂ ആണ്. ഇന്ത്യയുമായി യുദ്ധത്തിന് ഒരുങ്ങണമെങ്കിൽ ആദ്യം ഇമ്രാൻഖാനുമായിട്ടൊരു ധാരണയിലെത്തണം. അവിടെ അത് നടക്കുന്നില്ല. PTIന്റെ എന്താ പറയാ ഈ പാകിസ്ഥാന്റെ തെഹ്രീകെ ഇൻസാഫ് എന്ന് പറയുന്ന ഇമ്രാന്റെ പാർട്ടി ഇപ്പൊ വലിയ പ്രതിരോധം തീർക്കുകയാണ് പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ. ഇപ്പൊ ഒരു ദിവസം PTIന്റെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സനം ജാവേദിനെ അറസ്റ്റ് ചെയ്തതൊക്കെ അവരുടെ ഉള്ള ഒരു വലിയ പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു നാഷണൽ TV കാണുമായിരുന്നു. ഇന്ത്യയുടെ ഒരു നാഷണൽ ചാനലിൽ വന്നിട്ട് പാകിസ്ഥാന്റെ തന്നെ PTIന്റെ ഫൗണ്ടിംഗ് മെമ്പറായ സമദ് യാക്കൂബ് എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം പറയുകയാണ്, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു ലീഡർഷിപ്പാണ് ഇപ്പം ഉള്ളൊരു ലീഡർഷിപ്പ്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേപടി ഞാൻ കോട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ആസിം മുനീർ തന്റെ വളർത്തുനായുടെ പക്കൽ ചെന്നിട്ട് PM-നോട് ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ കഴുത്തിലൊരു ചങ്ങലിട്ടിരിക്കണോ എന്ന് ചോദിക്കുന്ന PM ആണ് PM എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഏതാണ്ട് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ മിഥുൻ. തീർച്ചയായും അത് ഈ പറഞ്ഞ പോലെ 10-40 വർഷമായിട്ട് അവർ തുടരുന്ന ഒരു കൾച്ചറാണ്. മിലിറ്ററിയാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതൊരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടാണ് അവർ പലപ്പോഴും എന്താ പറയുക ഈ അറ്റ്ലീസ്റ്റ് ഗ്ലോബൽ പവേഴ്സിനെങ്കിലും അവർ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വെറും ഒരു സ്ട്രെങ്ത് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ ഒരിക്കലും നമ്മളെ ഏറ്റുമുട്ടാനുള്ള ഒരു അവസ്ഥയിലല്ല. ഒന്നാമത്തെ കാര്യം ഈ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അതൊരു രാജ്യത്തിന്റെ മിലിറ്ററി സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ ആണ്. അതിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്, പാകിസ്ഥാനും അല്ല 12ഓ 13ാമത്തെ സ്ഥാനമാണ്. അത് ഒരിക്കലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമല്ല. ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാർഫെയറിനുള്ള ബഡ്ജറ്റ് പോലും പാകിസ്ഥാനില്ല. കാരണം അവരുടെ GDP-യുടെ ഓൾമോസ്റ്റ് 30% അവർ ഡെറ്റ് സർവീസിംഗിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അടുപ്പിച്ചൊരു 10 ദിവസം പോലും യുദ്ധം നടന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി പാകിസ്ഥാനില്ല. അതാണ് നവാസ് ഷെരീഫ് തന്റെ സഹോദരനെ ഉപദേശിച്ചത്. മാത്രമല്ല പാകിസ്ഥാന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു അവസ്ഥ ഇപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് യുദ്ധപ്രഖ്യാപനം നടക്കുന്നു അല്ലെ യുദ്ധം നടക്കാൻ പോകുന്നു എന്നൊരു ഇൻഡിക്കേഷൻ വന്നത് മുതൽക്ക് നേരെ താഴെ കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ പാകിസ്ഥാൻ ഒരിക്കലും നമ്മളെ ഏറ്റുമുട്ടാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല. മാത്രമല്ല അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് വളരെ മോശമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാന്റെ എയർ ചീഫും നേവൽ ചീഫും കഴിഞ്ഞ ദിവസം ആർമി ചീഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ F-16 ഫൈറ്റർ പ്ലെയിൻസ്, അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള F-16, ഈ JF-17 ഇതൊക്കെ നോൺ ഓപ്പറേഷണൽ കണ്ടീഷനിലാണ് കിടക്കുന്നത്. JF-17 റഡാർ പോലും ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാന്റെ ഡിഫൻസ് മെക്കാനിസം പോലും ഈ ഒരു യുദ്ധത്തിന് തയ്യാറല്ല. മാത്രമല്ല ഗ്ലോബൽ ഐസൊലേഷൻ വലിയ തോതിൽ നേടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഈ 2022 വരെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഈ FATF എന്ന് പറയുന്നത് ടെറർ ഫിനാൻസ് മോണിറ്റർ ചെയ്യുന്ന ഒരു വാച്ച് ഡോഗ് ആണ്.
അപ്പൊ അവരുടെ ഈ പറഞ്ഞ പോലെ ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമായതുകൊണ്ട് പാകിസ്ഥാൻ അതുകൊണ്ട് ഉണ്ടായ നഷ്ടങ്ങൾ വലുതാണ്. കാരണം ഒരു പാകിസ്ഥാന്റെ തന്നെ ഒരു തിങ്ക് ടാങ്ക് പറഞ്ഞത് $38 ബില്യൺ നഷ്ടമാണത് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. കാരണം ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും വരാത്തൊരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. അപ്പം അതിനുശേഷമാണ് ഈ കോവിഡ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ എക്കാലത്തെ സുഹൃത്തായ ചൈന പോലും ഈ കോറിഡോറുമായി ബന്ധപ്പെട്ട CPEC പ്രൊജക്ടിന്റെ കടം എഴുതി തള്ളാൻ പോലും അവർ തയ്യാറല്ല. അപ്പൊ അങ്ങനെ സമയത്ത് പാകിസ്ഥാൻ ഒരിക്കലും ഒരു യുദ്ധത്തിന് തയ്യാറാവാനുള്ള കേപ്പബിലിറ്റി, അവർ ഈ പറഞ്ഞ പോലെ വീരവാദം മുഴക്കുക എന്നല്ലാതെ മീഡിയയിലുള്ള സ്റ്റണ്ട് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പാകിസ്ഥാന് കേപ്പബിലിറ്റി ഇല്ല. യെസ്, ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി ശ്രീ മോഹനൻപിള്ള കൂടി, ബ്രിഗേഡിയർ മോഹനൻപിള്ള കൂടി ചേരുന്നുണ്ട്. ശ്രീ മോഹനൻപിള്ള, നമ്മൾ പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ തീവ്രവാദ ആക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ നയതന്ത്ര തലത്തിലടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ആ നിലയിൽ ഇന്ത്യ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ എടുത്തിട്ടുള്ള നീക്കങ്ങൾ, അതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും വളരെ നിർണായകമായ യോഗങ്ങൾ ഡൽഹിയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റഷ്യൻ സന്ദർശനമടക്കം പ്രധാനമന്ത്രി മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതോടൊപ്പം പാകിസ്ഥാനിൻ്റെ സാഹചര്യങ്ങളെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നു. ഒരു പക്ഷേ ഈ പലരും ഈ തരത്തിൽ ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു തുടർ നീക്കങ്ങൾ ഉണ്ടാകാത്തത് എന്ന സംശയമുണ്ടാകാം. അവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തവർ തന്നെ പറയുന്നത് പോലെ ഒരു സൈക്കോളജിക്കൽ നീക്കം, അതായത് എപ്പോഴാണോ ശത്രു പ്രതീക്ഷിക്കാത്തത് ആ ഘട്ടത്തിലായിരിക്കണമല്ലോ സ്വാഭാവികമായും തിരിച്ചടിക്കുന്നുവെങ്കിൽ അടിക്കേണ്ടത്. തീർച്ചയായിട്ടും. എന്തെന്ന് ചോദിച്ചാല്, നമ്മള് ഇന്നുവരെ ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയായിട്ടുള്ള രീതിയിൽ മാത്രമേ, നൈതികമായിട്ടുള്ള രീതിയിൽ മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ. യുദ്ധത്തിന്റെ ചില കൺവെൻഷൻസ് നമ്മൾ ഇന്നുവരെ മറക്കാതെ നല്ല രീതിയിൽ, അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ജനീവ കൺവെൻഷൻ അനുസരിച്ച് ഉള്ള രീതിയിൽ മാത്രമേ നമ്മൾ ബാറ്റിൽ ഉൾപ്പെടുള്ളൂ. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കാർഗിൽ ഓപ്പറേഷൻ വന്നപ്പോൾ അവര് നമ്മുടെ പോസ്റ്റിൽ നുഴഞ്ഞു കയറി ഒക്കുപ്പൈ ചെയ്തപ്പോൾ പോലും അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ ഒരേ ഒരു കാര്യം ലോകരാഷ്ട്രങ്ങളോടും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിനോടും പറഞ്ഞത് നെവർ ക്രോസ് LOC എന്നാണ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഓൾവേസ് എബൈഡ് ബൈ ദ ഗവൺമെന്റ് ഓർഡർ അൺലൈക്ക് ടെററിസ്റ്റ് ആക്ട്. അപ്പം അത് വെച്ച് നമ്മൾ തീർച്ചയായിട്ടും ലൈൻ ഓഫ് കൺട്രോൾ LOC ക്രോസ് ചെയ്യാതെ നമ്മൾ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. ഈ LOC ക്രോസ് ചെയ്യാതെ ചെയ്യാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവർക്കും അറിയാം ഈ കാർഗിൽ ഒരു 3 ദിവസം പോലും നീണ്ടു നിൽക്കില്ല, മണിക്കൂറുകൾക്കകം തീർക്കാമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അതിനുള്ള സുവർണാവസരമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ടെററിസ്ഥാൻ എന്ന് പറയുന്നത് സ്വതവേ ദുർബല, ഗർഭിണി കൂടായാൽ എന്താകുമെന്നുള്ള രീതിയിലാണ് അവര് തന്നെ സിംല കരാർ അങ്ങ് വേണ്ടെന്ന് വെച്ചു. അതായത് പണ്ട് ഈ പ്രൈമറി സ്കൂളിൽ ഒരു പാഠം ഉണ്ടായി, ആമയെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആമ ദയോടെ യാചിക്കുന്നു, എന്നെ വെള്ളത്തിലോട്ട് എറിയരുതേ എന്ന്, വേറെ എന്തു വേണേലും ചെയ്തു എന്ന രീതിയിൽ. അപ്പൊ സിംല കരാർ ഇല്ലാത്തപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായിട്ടുള്ള ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഒരു ലോകരാഷ്ട്രത്തിനോട് ഉത്തരം പറയേണ്ട. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നുണ്ട് 2 രാജ്യങ്ങളുടെയും ബൗണ്ടറി റെസ്പെക്ട് ചെയ്യുമെന്ന്. ഇപ്പൊ അവര് തന്നെ പറയുന്നു ബൗണ്ടറിയെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാ അവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലാത്തപ്പോൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. അപ്പോൾ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്, നമ്പർ 1. രണ്ടാമത് അതാ ഈ എന്തുകൊണ്ട് ഈ പബ്ലിക് ഒപ്പീനിയൻ ഏത് ചായക്കടയിലോട്ടോ ഏത് ജംഗ്ഷനിലോട്ടോ എൻ്റെ ഇന്ത്യൻ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇപ്പൊ തന്നെ പാകിസ്ഥാനെ ഇപ്പൊ തന്നെ അടിക്കും. ആ വികാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഓരോരുത്തരെ വീതം അല്ല ഒന്നിലധികം പേരെയാണ് അവര് ടാർഗറ്റ് ചെയ്തത്. മിക്കവാറും സ്റ്റേറ്റിൽ നിന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അവർ ഇന്ത്യയെയാണ് ടാർഗറ്റ് ചെയ്തത്, ഭാരതത്തിനെയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും രക്തം തിളക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ. അപ്പോൾ തീർച്ചയായിട്ടും അവര് വിഡ്ഢിത്തരം കാണിക്കുന്നത് പോലെ നമ്മൾ വിഡ്ഢിത്തരം കാണിക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. ഒരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ബോഷന്മാരല്ലേ ഇത് പറയുള്ളൂ ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുമെന്ന്? ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്നത് അവസാനത്തെ ബ്രഹ്മാസ്ത്രമാണെന്നേ. എല്ലാം തീർന്നു കഴിയുമ്പോൾ അവസാനം എടുക്കുന്നത് ഇവര് ആദ്യമേ കയറി പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യരുതേ എന്ന്.
ഇപ്പൊ നമ്മളെ ഇട്ട് ഓലപ്പാമ്പിട്ട് ശരിക്കും ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന മാതിരി ഇട്ട് പേടിപ്പിക്കുന്നത് പോലെ തന്നെ കരഞ്ഞുകൂവി സെക്യൂരിറ്റി കൗൺസിലിൽ സാഷ്ടാംഗം പ്രണമിച്ച് വീണ് കിടക്കുകയാണ്. 36 മണിക്കൂറാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അതിനോടകം ഞങ്ങളെ അടിക്കും, ഞങ്ങൾക്ക് പേടിയാണ്, എന്തെങ്കിലും ചെയ്യണം ഉടനെ തന്നെ എന്ന് വന്നിരിക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ബാലാക്കോട്ട് അറ്റാക്കോ സർജിക്കൽ സ്ട്രൈക്കോ ഒന്നും കൊണ്ട് അവർ പാഠം പഠിക്കത്തില്ല. അവരുടെ സ്വഭാവം അതാണെന്നേ. എന്നെ തല്ലല്ല അമ്മാവ, ഞാൻ നേരെ വഴിക്ക് പോകത്തില്ല എന്നുള്ള ഒരൊറ്റ രീതി അവരുടെ ബ്ലഡിലുണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ ആംഗിളിൽ നോക്കുകയേ വേണ്ട, അതുണ്ടാവാനും. രണ്ടാമത് ഇത് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത്, ബാലാക്കോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള രജോരി പൂഞ്ച് അക്രോസ് ബോർഡറിൽ എന്തെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് അവിടെ എല്ലാം കാലിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റത്തില്ല. പക്ഷേ ഈ ബോഷന്മാർക്ക് വീണ്ടും അറിയാമോ, ഈ ടെററിസ്ഥാനികൾക്ക് കാര്യം ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്, അതായത് എന്താ പറയണ, മനസ്സിൽ കാണുമ്പോൾ മരത്തിൽ കാണും എന്ന് പറയില്ല എന്ന് പറഞ്ഞതുപോലെ, അല്ലെ അതിലപ്പുറമായിട്ട് അവരൊന്നും വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമായിരിക്കും. ഇപ്പൊ ഈ ഒരു എന്തൊക്കെയോ, അത് കറക്റ്റ് ആണോ കറക്റ്റ് അല്ല ഞാൻ വിശ്വസിക്കത്തുമില്ല. കാര്യം ടെററിസ്ഥാന്റെ ചീഫ് ഹൈഡ് ചെയ്യുന്നു, ടെററിസ്ഥാനിൽ തന്നെ ഉണ്ട്, ഇസ്ലാമാബാദിലുണ്ടാവാം. പക്ഷേ ആള് ഭയപ്പെടുന്നു. കാര്യം അവര് ഭയങ്കര ഭയമാണ്. കാര്യം ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ഇപ്പൊ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാമനെ തന്നെ ആയിരിക്കാം അസാസിനേഷൻ. അത് നമ്മൾ തന്നെ ചെയ്യണം എന്നില്ലെന്നേ, അത് ചെയ്യിപ്പിച്ചാൽ മതി. അതാണ് ഡിപ്ലോമാറ്റിക് വിക്ടറി എന്ന് പറയുന്നത്. അതായിരിക്കും മൂപ്പിലാൻ ഹൈഡ് ഔട്ടിൽ ഇരിക്കുന്നത്. മേ ബി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ്. ഇവരെന്തുത്തരം പറയും? ഒന്നും പറയാനില്ല. അപ്പം ഇത് എല്ലാവരും, അതായത് ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നേ വരെ നമുക്ക് ഭയപ്പാടിന്റെ ആവശ്യമില്ല. ശരിയാണ്, കാഷ്വാലിറ്റീസ് രണ്ട് സൈഡും, യുദ്ധമല്ല, ഒന്നിനും ഒരു തീരുമാനമല്ല, നമ്മൾ അതിന് മുതിരുന്നുമില്ല. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വടി കൊണ്ട കൈ തന്നിട്ട് എന്താ അടിക്കാത്തതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതാണ് സിറ്റുവേഷൻ. അപ്പം ആ ഒരു രീതിയിൽ വരുമ്പോൾ പ്രഹരം അതിഭയങ്കരമായിരിക്കും. സർപ്രൈസ്, ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, സർപ്രൈസ് വിൽ ബി ദെയർ. ഇതുപോലെ നമ്മൾ ചാനലിലൊക്കെ പറയും, യു വിൽ കം ടു നോ ടുമാറോ, ഡേ ആഫ്റ്റർ. നോ, ഐ ആം നോട്ട് ബിലീവിംഗ് ദാറ്റ് നാളെയോ മറ്റന്നാളോ ഉണ്ടാവുമെന്ന്. എന്തുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ മോദി മോസ്കോയിലുള്ള 9th പ്രോഗ്രാം ക്യാൻസൽ ചെയ്തത്? അതിന് നമുക്ക് വായിച്ചെടുക്കാമല്ലോ, എന്താണ് നമ്മുടെ പ്ലാൻ അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻ എന്നുള്ളത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നൗ ആർമി ഓർ ഡിഫൻസ് ഫോഴ്സസ് ഹാസ് ടു പ്ലാൻ ഇറ്റ് ആൻഡ് ഓൾ ഔട്ട് വാർ. Who is declaring the war? The chief of the armed forces. Yes. Who is that? The President of India. The President of India got the power to declare war and conclude peace treaty. So that stage is not still there. We have to wait and watch. Yes. അവര് എരന്നു വാങ്ങുകയാണ്. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡില് ബലൂചിസ്ഥാന്റെ നമുക്കറിയാം, പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം ഉള്ളതെന്നറിയാം, താലിബാൻ. Now we are planning that way as well. We are already in the negotiation with the Taliban people. Yes. So what else we require? അവര് നേരെ ബംഗ്ലാദേശിൽ പോയി സംസാരിക്കുന്നു, ഒരു ഡൗട്ടും ഇല്ല. അവരുടെ വിചാരം ബംഗ്ലാദേശില് ആ സെക്യൂർ അവിടെ ചെയ്തു കഴിഞ്ഞാൽ, അറിയാം ബംഗ്ലാദേശിന്റെ ബോർഡറിൽ നമ്മുടെ BSF മാത്രം മതിയെന്നേ. റെഗുലർ ആർമിയുടെ ഒരാവശ്യമില്ല. ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ BSF കൊണ്ട് പറ്റും. റെഗുലർ ആർമിയുടെ ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും അവിടെ സെക്യൂർ ചെയ്യണം, നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. ബട്ട് അത് മതിയായ. പക്ഷെ അവരുടെ പോളിസി എന്നാണെന്നറിയാമോ? ഈസ്റ്റില് നമ്മളെ പ്രോബ്ലം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ കുറെ കോൺസെൻട്രേഷൻ മാറുന്നോ? മാറില്ല. പിന്നെ നമുക്കുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജി. കാര്യം ഈ ടെററിസം അവർ വിടുവോ ഇല്ലയോ എന്നുള്ളതാണ്. അത് വിടാത്തിടത്തോളം കാലം നമുക്ക് മനസമാധാനമില്ല. അപ്പൊ അതിനെ വിടുവിക്കാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണത്? അതായത് പീർ പഞ്ചാൽ ഏരിയ ഉൾപ്പെടുന്ന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും ഒക്കുപ്പൈഡ് കാശ്മീറും നമ്മുടെ കയ്യിലോട്ട് എടുക്കുക. നമ്മൾ ഇനി മുതൽ യുദ്ധം ചെയ്യേണ്ടത് അവരുടെ സ്ഥലത്തായിരിക്കും. ഇന്നുവരെയുള്ള ഇന്ത്യയും ടെററിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടന്നിട്ടുള്ളത് ഇന്ത്യൻ മണ്ണിലാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ടെററിസ്ഥാന്റെ മണ്ണിലല്ല. നമ്മൾ ഇനിയും ചെയ്യേണ്ടത് ടെററിസ്ഥാന്റെ മണ്ണിലെ യുദ്ധം ചെയ്യാവൂ. നമ്മൾ ആ ബൗണ്ടറി വളരെ ക്ലിയർ ആയിട്ട് പാർട്ടീഷൻ ടൈമിൽ കിട്ടിയ ബൗണ്ടറി സേഫ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ടെററിസം 90% എന്നല്ല, വേരോടെ ഇല്ലാതാകും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സൈഡിൽ ടെററിസ്റ്റ് അറ്റാക്ക് കാശ്മീർ സൈഡിൽ നടക്കുന്നു, മറ്റൊന്ന് രജൗരി പൂഞ്ച് സൈഡിൽ നടക്കുന്നു. നടുക്ക് നല്ല ഹെവനായിട്ട് അവരുടെ ഇൻഫിൽട്രേഷൻ റൂട്ടാണ്. അത് നമ്മൾ വിട്ടുകൊടുത്തതാണ്. അതായത് നമ്മുടെ ബൗണ്ടറി കറക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്ത് തിരിച്ചു പിടിക്കുക. അത് നമ്മൾ ഇപ്രാവശ്യം തിരിച്ചു പിടിക്കാൻ പറ്റിയ അവസരമാണ്. കാര്യം ബൗണ്ടറിയെ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് വളരെ 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 ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്.
There is no doubt into it. ശരി, എന്തായാലും സൈനിക നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തുടരും എന്ന് ഉറപ്പിക്കുമ്പോഴും ഇന്ത്യ നടത്തിയിട്ടുള്ള ഇതുവരെയുള്ള ഇടപെടലുകൾ, വിലക്കുകൾ, നിയന്ത്രണങ്ങൾ അത് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സൂചിപ്പിച്ചതുപോലെ മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഏതെങ്കിലും തരത്തിൽ അത് കൈയടക്കുന്ന ഒരു ചരിത്രം ഇന്ത്യക്കില്ല. എന്നാൽ പോലും ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയെന്നാണ് വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുന്നു. ബ്രിഗേഡിയർ വേണു നായർ, ഇവിടെ ഇതാ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഇന്ത്യ വലിയ ആൾനാശമുണ്ടാക്കുന്ന യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല. തിരിച്ച് ഇന്ത്യയിലും അങ്ങനെ വലിയ ആൾനാശങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരു പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇത്തവണ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ കടുത്ത നിലപാടുമായി പോകുമെന്നാണ്. പക്ഷേ അവിടെയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ 65-ലോ 71-ലോ ഒന്നും സ്വീകരിക്കാത്ത സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിച്ച് നിർത്തുന്ന സമീപനം സ്വീകരിക്കുന്നത്. ഈ ഒരു നിലപാട് മാത്രം എത്രത്തോളം പാകിസ്ഥാനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് അവരുടെ കാർഷിക മേഖല പരിശോധിച്ചാൽ മതി. അവിടുത്തെ GDPയുടെ പ്രധാനപ്പെട്ട 21% കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അരിയും ഗോതമ്പും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെയാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലടക്കം ഈ കാർഷിക മേഖല മുന്നോട്ട് പോകുന്നത് ഈ നദീജലമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുമാണ്. അങ്ങനെ ഇന്ത്യ തുടക്കം മുതൽ, അതായത് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് ശേഷം ഇന്ത്യ തുടക്കം മുതൽ സ്വീകരിക്കുന്ന ഇത്തരം നിയന്ത്രണങ്ങൾ, വിലക്കുകൾ, അത് ഒരുപക്ഷെ സൈനികമായ യുദ്ധത്തെക്കാൾ വലിയ പ്രതിസന്ധി പാകിസ്ഥാന് സൃഷ്ടിക്കുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, GDP നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ GDPയിൽ അഗ്രികൾച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ ഈസ് അബൌട്ട് 23%. പക്ഷേ വർക്ക് ഫോഴ്സ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 65% ആൾക്കാർ പാകിസ്ഥാനികൾ ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ അഗ്രികൾച്ചർ ഇതാണ്. അപ്പോൾ ആൻഡ് ഇവിടുന്ന് പോകുന്ന അവർ പാകിസ്ഥാൻ റെയിൻ ഡെഫിഷ്യൻറ്റ്, വാട്ടർ ഡെഫിഷ്യൻറ്റ് ഒരു രാജ്യമാണ്. ഏതാണ്ട് 70% വെള്ളം നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. ഈ 6 ഈസ്റ്റേൺ റിവേഴ്സ്, വെസ്റ്റേൺ റിവേഴ്സ് ഇപ്പോൾ അത് എല്ലാവർക്കും മനഃപ്പാഠമായിരിക്കുമല്ലോ. സിന്ധു നദീതട ആ ഒരു നദി സെറ്റിൽമെൻറ്റ് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. വെസ്റ്റേൺ റിവേഴ്സിൽ വരുന്നത് ഇൻഡസ്, ജലം, ചിനാബ്. ഇപ്പുറത്താണെങ്കിൽ സത്ലജ്, റാവി, വേറെ ഒരു ഇതും കൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ വെസ്റ്റേൺ റിവേഴ്സിൻ്റെ അബൌട്ട് 20% നമുക്ക് എടുക്കാം. പക്ഷേ നമ്മൾ ഇപ്പോൾ എടുക്കുന്നില്ല. ആൻഡ് ഈസ്റ്റേൺ റിവേഴ്സിൻ്റെ മുഴുവനും എടുക്കാം. പിന്നെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് കാലം കഴിഞ്ഞിട്ട് ഈ കനാൽ സിസ്റ്റത്തിലൊന്നും അവർക്ക് മുടക്കാനുള്ള പൈസ അവർ മുടക്കിയിട്ടില്ല. എല്ലാം ഈ ഇവിടുത്തെ ഒരു ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് സിൽട്ടിങ് ഉണ്ടാകുന്ന ഒരു മണ്ണിൻ്റെ പ്രകൃതിയാണ് ഇവിടെ എല്ലാം ഉള്ളത്. എന്ന് വെച്ചാൽ ഹിമാലയാസൊക്കെ ഒരു റീസെൻറ്റ് ഒരു യങ് മൗണ്ടൻ റേഞ്ചാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള അവർക്കുണ്ട്. അവരുടെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇവിടുന്ന് ഇന്ത്യ ഈസ്റ്റേൺ റിവേഴ്സിൽ നിന്ന് വെള്ളം കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരു 15 നല്ലൊരു ശതമാനം നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾക്കും കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ 2010 കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിന് പോണ്ട് ചെയ്യാനും പിന്നെ കനാൽ സിസ്റ്റത്തിനൊക്കെ ഇരിക്കാനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഒരു എഗ്രിമെൻ്റ് നിലനിന്നത് കൊണ്ട് ഓരോന്നിനും അവർ വിരോധം പറയുമായിരുന്നു. അതുകൊണ്ട് ട്രിബ്യൂണലിലേക്ക് പോകണം. ട്രിബ്യൂണലിൽ ഫൈനലി കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഫേവറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വെള്ളമാണ് അവരുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് മുനീർ പറഞ്ഞത് കറക്റ്റാണ്. കാശ്മീർ ഈസ് ദ ജൂഗുലർ വെയിൻ ഓഫ് പാകിസ്ഥാൻ. അപ്പോൾ ജൂഗുലർ വെയിനിലുള്ള പിടുത്തം നമ്മുടെ കയ്യിലാണെന്നുള്ളത് അദ്ദേഹം മറന്നുപോയി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവരുടെ മിസ്മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ വരുന്നത് ഈ സിന്ധു നദീതടത്തു നിന്ന് വെള്ളം താഴത്ത് ചെന്ന് അറേബ്യൻ കടലിലാണ് ചെല്ലുന്നത്. പക്ഷേ അവിടെ സക്കർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു എന്ന് തോന്നുന്നു. അവിടെ അറേബ്യൻ കോസ്റ്റിൽ നിന്ന് അറൗണ്ട് 63 കിലോമീറ്റേഴ്സ് സലൈൻ വാട്ടർ മുകളിൽ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വെള്ളം ഓൾറെഡി കുറവാണ്. അപ്പോൾ അത് ഈ സക്കർ ഏരിയയെ വളരെ ഡെസേർട്ട് ഏരിയ പോലെ ആക്കും. പിന്നെ ഒരു 10,000 ഒരു കനാൽ സിസ്റ്റം അവർ പഞ്ചാബിലേക്കൊക്കെ
പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. Yes. അതവിടെ പോയാൽ വെള്ളം പിന്നെ സിന്ധിലേക്ക് പോകില്ല, അതിന് അവർ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് വാട്ടർ അതാണ് നമ്മൾ കേൾപ്പിച്ചിരിക്കുന്നത്. പിന്നെ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസിൽ ഊറിയിൽ വന്നപ്പോൾ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു 2016. അതൊരു ഇറ്റ് വാസ് എ സിഗ്നൽ ഫോർ ദം, ദാറ്റ് വി വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ക്രോസ് ദ LC, ഗോ അക്രോസ് ആൻഡ് ഡു ഇറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ അധികം ചെയ്തില്ല. ഇപ്പോൾ 29 പുൽവാമ ഉണ്ടായപ്പോൾ ബാലാക്കോട്ട് പോയി. അപ്പോൾ അത് സർജിക്കൽ സ്ട്രൈക്കിൽ വി വെന്റ് അക്രോസ് ദ LC, അത് നമ്മുടെ സ്ഥലമാണ്. പക്ഷേ നെക്സ്റ്റ് ഒരു ഹയർ സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ സ്റ്റേക്ക് ഹൈക്ക് ചെയ്തതാണെന്ന് നമ്മൾ വി വോണ്ട് മൈൻഡ് ഈവൻ ക്രോസിംഗ് ദ ഇന്റർനാഷണൽ ബോർഡർ. അതാണല്ലോ ബാലാക്കോട്ട് ചെന്നത്. അവിടെ ചെന്നൊരു ടെററിസ്റ്റ് ക്യാമ്പിനെ അറ്റാക്ക് ചെയ്തു, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ആക്ച്വലി. അത് നമ്മുടെ ഒരു ഇൻറ്റൻറ്റ് കാണിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കാണിച്ചു. അപ്പോൾ ഇതുകൊണ്ട് 2019 കഴിഞ്ഞിട്ടും അവർ പാഠം പഠിക്കുന്നില്ല. അവർ പാഠം പഠിക്കുകയില്ല. ബിക്കോസ് ഈ പാകിസ്ഥാൻ ആർമിയെ പറ്റി പറയുകയാണെങ്കിൽ ദർ ഈസ് എ ഫേമസ് സേയിങ് ദാറ്റ് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു ആർമിയുണ്ട്. പക്ഷേ ഇവിടെ പറയും പാകിസ്ഥാൻ ആർമിക്കാണ് രാഷ്ട്രം. ദേ ആർ ദ നമ്പർ 1. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇരിക്കുന്ന പ്രധാനമന്ത്രി തന്നെ റിഗിങ്ങിൽ കൂടെയാണ് വന്നത്. ആ കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. രാത്രിയിൽ നിർത്തിയിട്ട് പകൽ വന്നപ്പോഴത്തേക്കും പിന്നെ പാകിസ്ഥാൻ മിസ്റ്റർ ഖാൻ്റെ പാർട്ടിയായിരുന്നു കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ചെയ്യുമ്പോൾ വി ഷുഡ് ബി ഫെയർ, ലോജിക്കൽ. നമ്മളൊരു ബലാബലം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർമി 14.4 lakhs ആണ് നമ്മുടെ ആർമി. അവർക്ക് ഒരു 1/3 അവർക്ക് 6.6 lakhs ആർമി ഉണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ നമ്മളെല്ലാം വാസ്തവം പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിരുന്നു. അന്നുണ്ടായിരുന്ന ആർമിയുടെ 2/3 ഇന്ത്യക്കും 1/3 പാകിസ്ഥാനുമായിട്ടാണ് പോയത്. നമ്മുടെ ടാക്ടിക്സും ട്രഡീഷൻസും എല്ലാം ഒന്നാണെന്ന് മറക്കരുത്. വി ആർ ഫ്രം ദ സെയിം സ്റ്റോക്ക് ഓഫ് പീപ്പിൾ. അത് അവർ മറന്നില്ലെങ്കിലും നമ്മൾ മറക്കേണ്ട കാര്യമില്ല. പിന്നെ അവർ പ്രൊഫഷണൽ ആർമിയാണെന്നുള്ള കാര്യം കൂടെ മറക്കരുത്. അവർക്ക് ഇപ്പോഴുള്ള ധനസ്ഥിതിയുടെ അനുസരിച്ച് അവരുടെ ആംസ് ആൻഡ് അമ്യൂണിഷൻ ഇപ്പോൾ ഉള്ള ഈ ആർമിയിൽ, ഇപ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഒരു ആർമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് ഒരു സ്റ്റോക്കിംഗ് ഉണ്ടാവും. സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റൻസ് റേറ്റ്, 30 നോർമൽ റേറ്റ് എന്നൊക്കെ പറയും, 30 അതനുസരിച്ചാണ് അമ്യൂണിഷൻ പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് ചെയ്യുന്നത്. യൂണിറ്റ് ഏരിയയിൽ ഓൺ വെപ്പൺ അമ്യൂണിഷൻ ഉണ്ട്, സെക്കൻഡ് ലൈൻ അമ്യൂണിഷൻ ഉണ്ടാകും, പിന്നെ അതുപോലെ POL അതുപോലെ കാര്യങ്ങളെല്ലാം അതുപോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടാവും. അത് നമ്മൾ വി ഷുഡ് നോട്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഒരു യുദ്ധം എന്നത് മാത്രമാണോ അതിലൂടെ മാത്രമാണ് പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ പറ്റിയിട്ടുള്ളത് എന്ന സംശയത്തിലേക്ക് വരുന്നത്. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ബ്രിഗേഡിയർ അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഓക്കെ വേണു സാർ സൂചിപ്പിച്ചു വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ശീലങ്ങൾ, ആ ഒരു പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ഞാനത് ഓർത്തെടുക്കുന്നത്. ഇപ്പോൾ മലയാളികളുടെ ഒരു ശീലമാണല്ലോ ചായ കുടിക്കുക എന്നത്. അത് ഇന്ത്യക്കാരുടെ പൊതുശീലമാണ്. അങ്ങനെ ഒരു ശീലം പാകിസ്ഥാനികൾക്കുമുണ്ട്. പക്ഷേ അവിടെ രസകരമായൊരു സംഭവം എന്നത് അവിടുത്തെ മന്ത്രിക്ക് പാകിസ്ഥാനിലെ ജനങ്ങളോട് പറയേണ്ടി വന്നു, നിങ്ങളിങ്ങനെ ചായ കുടിക്കുന്നത് കുറയ്ക്കണം, കാരണം ചായപ്പൊടി ഇറക്കുമതി ചെയ്യുന്നത് വലിയ തോതിൽ വർദ്ധിച്ചു, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനാണ് ഇന്ത്യയുമായി യുദ്ധത്തിന് നിൽക്കുന്നത് എന്നതും ശ്രീ ഷാബു പ്രസാദ് ഇവിടെ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഇല്ല, പറഞ്ഞില്ലേ, പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാജ്യമാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. 100% ഇറ്റ്സ് എ ഫെയിൽഡ് നേഷൻ. അവരുടെ നിലനിൽപ്പ് തന്നെ ഇന്ത്യ വിരോധം എന്ന ഒരൊറ്റ പോയിന്റിലാണ്. ആ ജനങ്ങളിലുള്ള ഇന്ത്യ വിരോധത്തിനെ മുതലെടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഇത്രയും നാളുണ്ടായിരുന്ന ഭരണകൂടങ്ങളും എല്ലാം നിലനിന്നിട്ടുള്ളത്. ആ സ്പിരിറ്റ്, ആ ആന്റി ഇന്ത്യ സ്പിരിറ്റ് ജനങ്ങളിൽ കുറയുന്നത് പാകിസ്ഥാന്റെ ഈ നേതൃത്വത്തിനെ അങ്കലാപ്പിലാക്കും. ഈ അടുത്ത കാലത്ത് അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ പാക് ഓക്കുപൈഡ് കാശ്മീരിലൊക്കെ ഇന്ത്യ അനുകൂല പ്രകടനങ്ങൾ വരെ നടന്നിട്ടുണ്ട്. കാര്യം അവർ കാണുകയാണ് തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ആ കാശ്മീർ താഴ്വരയിൽ നടക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങള്, അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന അഭിവൃദ്ധിയൊക്കെ അപ്പുറത്ത് കിടക്കുന്ന ആ ഗതികെട്ട ജനത കാണുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടത്, അവർക്ക് ഇന്ത്യയോട് യോജിക്കണം എന്നുള്ള ആ ഒരു വികാരം ഇതെല്ലാം അതുകൊണ്ടൊക്കെ തന്നെയാണ്
ഇപ്പോൾ അവർ ഈ കാൽക്കുലേറ്റർ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് തന്നെ അതുകൊണ്ടാണ്. കാര്യം വീണ്ടും പാകിസ്ഥാനിലെ ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യ ഇങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്. ഉറി പോലെയോ ബാലക്കോട്ട് പോലെയോ ഒന്ന് ബോർഡർ കടന്നു ചെന്ന് 10 ബോംബിട്ട് ഒരു കുറെ പേരെ കൊന്നിട്ട് തിരിച്ചു പോകും. എന്നിട്ട് ഇത്രയും മാത്രമേ അവർ ഇത്തവണയും പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് അവസാനിപ്പിച്ചേ പറ്റും. കാലം കുറെയായി അഭിലാഷേ ഈ മഹാപാപം ചുമന്നോ ഈ വൃത്തികെട്ടവന്മാരെ ചുമന്നുകൊണ്ട് നടക്കുന്നത് നമ്മൾ. എത്ര കാലമാണെന്ന് ഒരു രാജ്യത്തിന് സഹിക്കാൻ പറ്റുക? എത്ര 10-75 വർഷമായില്ലേ? അത് ഇനി അവസാനിപ്പിച്ചേ പറ്റും. അത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടൊന്നും ആയിരിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയൊന്നും പറ്റില്ല. ഈ പുതിയ ലോകക്രമത്തിലെ ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തിനെ അങ്ങ് നശിപ്പിച്ച് കളയാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ അത് ഇവിടെ ഇറാഖിൽ അമേരിക്ക ചെയ്തത് എന്താണ്? അവിടെ അങ്ങോട്ട് കടന്നു കയറി അതിനെ അങ്ങോട്ട് മാറ്റി അവരുടെ ഒരു പാവ ഭരണകൂടത്തിനെ അവിടെ സ്ഥാപിച്ച് അവിടെ ഇറാഖ് എന്ന് പറയുന്നത് ഒരു ഭീഷണിയെ അല്ലാതാക്കി. മറ്റേ ഇറാഖ് ഏറ്റവും വലിയൊരു ഭീഷണിയായിരുന്നു. ഇറാഖിന്റെ ഒരു ഭീഷണി. ഇറാഖ് രാജ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെയാണെന്നില്ലേ, ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ. ബലൂചിസ്ഥാനെ രണ്ടാക്കി പണ്ട് ബംഗ്ലാദേശിനെ കൊണ്ട് മാറ്റി മാറി. ഒരിക്കല് അജിത് ഡോവലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസംഗം കേട്ടതാണ്. ബോംബെ അറ്റാക്ക് പോലെ ഇനിയും ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാനും ബലൂചിസ്ഥാൻ നഷ്ടപ്പെടും എന്നുള്ളത്. കാര്യം അവിടെ ഇങ്ങനെ തിളച്ചു നിൽക്കുകയാണ് ഒരു അവസരത്തിന് വേണ്ടി. അങ്ങനെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും ഇപ്പോഴത്തെ ഈ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി നമുക്ക് ഭീകരവാദം സഹിക്കാൻ പറ്റില്ല. ഇത് തകർക്കുക തന്നെ ചെയ്യും. ഇതില്ലായ്മ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇനിയും വരും ദിവസങ്ങൾ. തീർച്ചയായും. ശ്രീ മിഥുൻ, താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അവിടുത്തെ ഓഹരി വിപണികളിൽ ഉണ്ടായ പ്രതിസന്ധികൾ, അവിടുത്തെ വിദേശ നിക്ഷേപകരുടെ പ്രതിസന്ധികൾ. ഈ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 70 കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയേക്കാൾ ആളോഹരി വരുമാനം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യയേക്കാൾ ആളോഹരി വരുമാനം അവിടുത്തെ പൗരന്മാർക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയായ ഡേറ്റയാണോ എന്നറിയില്ല. അവിടെ നിന്നാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്ന $3.7 ബില്യൺ എന്ന നിലയിലേക്ക് വിദേശ നാണ്യ ശേഖരം കൂപ്പുകുത്തുന്ന സാഹചര്യം, വായ്പാ പലിശ നിരക്ക് 22% മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യം, പണപ്പെരുപ്പം 38.5% എന്ന മട്ടിലുള്ള സാഹചര്യം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ ശരിയായ അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ തീവ്രവാദത്തെ ഇവർ വളർത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ത്യയോട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന തരത്തിലൊക്കെയുള്ള മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നത് എന്നത് പൊരുത്തപ്പെടുന്ന ഒന്നാണ്. അഭിലാഷ പറഞ്ഞതിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിൽ ഡീമോണിറ്റൈസേഷൻ നടന്നതിന് ശേഷം ഒരു എന്താ പറയാ, ഈ ബ്ലാക്ക് കറൻസി തടയാനുള്ള ഒരു വലിയ അറ്റംപ്റ്റ് നടന്നതിന് ശേഷം പാകിസ്ഥാന്റെ ഇക്കോണമിക്കൽ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ കുത്തനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം വെച്ചിട്ട്. 2016 മുതൽ അഭിലാഷത്ത് കമ്പയർ നോക്കി ഏകദേശം മനസ്സിലാവും. അപ്പൊ പാകിസ്ഥാൻ ആക്ച്വലി സർവൈവ് ചെയ്തിരുന്നത് ഇവിടേക്കുള്ള ഈ എന്താ പറയാ ഈ ഫേക്ക് കറൻസി സപ്ലൈ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് അവരുടെ ഒരു ഇക്കോണമി തന്നെ സർവൈവ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യം, അപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ കുറച്ച് മാസം മുമ്പ് വരെയുള്ള ഒരു പാകിസ്ഥാന്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ബേസിക്കലി ഒരു സിവിൽ വാർ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അഭിലാഷിന് ഓർമ്മയുണ്ടോ അറിയില്ല, ഈ ഒരു ബ്രിഗേഡിയറുടെ വീട് അറ്റാക്ക് ചെയ്ത് അവിടുത്തെ സിവിലിയൻസ് ബ്രിഗേഡിയറുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, അവിടുത്തെ മൈക്ക് കട്ടുകൊണ്ട് പോകുന്നു, ഫർണിച്ചർ എടുത്തുകൊണ്ട് പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബംഗ്ലാദേശിൽ മാത്രമല്ല പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക ഇക്കോണമി എന്ന് പറയുന്നത് ഓൾറെഡി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. മാത്രമല്ല ഈ ഫോറിൻ എയ്ഡിലൂടെ മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു ഇക്കോണമിയാണ് പാകിസ്ഥാന്റെ ഇക്കോണമി. അപ്പൊ അവരെ സംബന്ധിച്ച് ഇന്ത്യയെ നേരിടുക മാത്രമല്ല ഇന്ത്യ വെക്കാൻ പോകുന്ന സാങ്ഷൻസ് അത് നേരിടാൻ അവർക്ക് ഒരിക്കലും പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ സിന്ധു നദിയുടെ കരാർ റദ്ദാക്കിയത് തന്നെ അവരുടെ 80% വരുന്ന വാട്ടർ റിക്വയർമെന്റ്സ് ആണ് ഇല്ലാതാക്കുന്നത്. അപ്പൊ അത് പാകിസ്ഥാനെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയാണ്. അവർക്ക് അതിനൊന്നും സർവൈവ് ചെയ്ത് വരാൻ പറ്റില്ല. കാരണം ഇത് നടപ്പിലാക്കാൻ പോകുന്നേ ഉള്ളൂ, നടന്നിട്ടില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ തന്നെ പാകിസ്ഥാൻ ഓൾറെഡി ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ പേടിപ്പെട്ടിരിക്കുകയാണ്. അവരുടെ സിവിലിയൻസ് വല്ലാത്തൊരു ഒരു ട്രാജിക് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാന്റെ ആർമിയാണ് ബേസിക്കലി അവരുടെ ഒരു മിലിറ്ററൈസ്ഡ് ഇക്കോണമിയാണ്. അവരുടെ ഈ ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് അവരുടെ ഈ പറയുന്ന പോലെ ഈ സിമെന്റ്, ഈവൻ പാലിന്റെയും കോൺഫ്ലിക്ട്സിന്റെ സപ്ലൈ പോലും അവിടുത്തെ മിലിറ്ററിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മിലിറ്ററിയുടെ കയ്യിലാണ് അവിടുത്തെ വെൽത്ത് മൊത്തം. അതിനെ എന്താ പറയുക വലിയ രീതിയിലുള്ള കറപ്ഷൻ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഷാഹീൻ എയർലൈൻസ് ഒക്കെ മിലിറ്ററിയാണ് ഓൺ ചെയ്യുന്നത്.
അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്കണോമിക് സ്ട്രക്ചർ ഇല്ലാത്തൊരു രാജ്യമാണ്. ആ. മാത്രമല്ല എല്ലാ കാലത്തും ഇന്ത്യ ഒരു പിന്നിന്ന് കുത്തിയിട്ടുണ്ട്. ഇപ്പൊ Yes. ലാഹോറിൽ നമ്മൾ എന്താ പറയാ 1999 വാജ്പേയി ഒരു സൗഹൃദത്തിന്റെ ഒരു സൗഹൃദ സന്ദേശമായി മുന്നോട്ട് പോയപ്പോഴാണ് മുഷറഫ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. 2006 നമ്മളൊരു എന്താ പറയുക ട്രേഡിന് വേണ്ടിയുള്ള ഒരു പുഷ് നടത്തുമ്പം ISI ഇവിടെ 2611 നടത്തുകയാണ്. മാത്രമല്ല 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവാസ് ഷെരീഫിന്റെ വീട് സന്ദർശിച്ച ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് പഠാൻകോട്ട് നടക്കുന്നത്. അപ്പൊ എല്ലാ കാലത്തും ഇന്ത്യയെ ഒരു പിന്നിന്ന് കുത്തിയ ഒരു രാജ്യം മാത്രമാണ്. അപ്പൊ ഇനി ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാത്തിനും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു തിരിച്ചടി ആവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല Yes. അവരുടെ സ്വന്തം ആളുകൾ തന്നെ ഉം. അതിപ്പോ ബലൂച്ച് ആണെങ്കിലും പാഷ്തോ ആണെങ്കിലും സിന്ധികളാണെങ്കിലും ഈവൻ പഞ്ചാബീസ് പോലും അതിനുള്ളിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഡിസിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. Yes. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു വാർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പൊസിഷനിലല്ല അവര്. ഉം. അതിപ്പം എക്കണോമിക്കലി അവരുടെ മിലിറ്ററിയുടെ പ്രിപ്പയർനെസ് നോക്കുകയാണെങ്കിലും ഉം. ഈവൻ അവരുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് നോക്കുകയാണെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. മാത്രമല്ല പുറമെയുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഉം. US ഈ കാര്യത്തിൽ എന്തായാലും ന്യൂട്രലായി നിൽക്കും. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പൊ കൂടുതലും താല്പര്യം ഇന്ത്യയിലാണ്. ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അവർ ഇങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. Yes. തുർക്കിയുടെ സപ്പോർട്ട് ഇപ്പൊ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സിംബോളിക് സപ്പോർട്ടായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഉം. അതൊരു സ്ട്രാറ്റജിക് സപ്പോർട്ട് അല്ല. അത് തുർക്കി പോലും എന്താ പറയുക വ്യക്തമാക്കിയ ഒരു മീഡിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ എയർക്രാഫ്റ്റ് വെപ്പൺസ് ഒന്നും അല്ല കൊണ്ടുപോയത് എന്ന്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയോട് യുദ്ധം ചെയ്യാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അത് താങ്ങാനുള്ള ശേഷി അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, ശ്രീ മോഹനൻ പിള്ള, ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കടുത്ത സൈനിക നീക്കത്തിന്റെ ആവശ്യം പോലും ഉണ്ടോ എന്ന് സംശയമുണ്ടാകുന്നില്ലേ? ഈ സൂചിപ്പിക്കുന്നത് പോലെ പാകിസ്ഥാൻ സാമ്പത്തികമായി നേരിടുന്ന പ്രതിസന്ധി, അതിന് പിന്നാലെ ഇനി കാർഷിക മേഖലയിൽ നേരിടാൻ പോകുന്ന തിരിച്ചടി, ഒരു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുമായി ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇന്ത്യക്കാരോട് തോൽക്കുന്ന പാകിസ്ഥാനിലെ താരങ്ങൾക്ക് അവിടെ ചെന്ന് നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് മാറി പാകിസ്ഥാനിലെ താരങ്ങൾ പോലും ഇതിനെ എതിർക്കുന്നു, അവിടെ നിന്നുകൊണ്ട് എതിർക്കുന്നു എന്നതൊക്കെയാണല്ലോ ഇന്ത്യയോട് ചെയ്യുന്ന പ്രവൃത്തികളെ. അങ്ങനെ ഒരു സാഹചര്യം അവിടെ മാറുന്നു. അതോടൊപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബലൂചിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ, തെഹ്രീക്ക് താലിബാൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഈ ആഭ്യന്തര പ്രതിസന്ധി പരിഹരിക്കേണ്ടത് ഒരു ഭാഗത്ത്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കേണ്ടത് ഒരു ഭാഗത്ത്, അവിടുത്തെ ജനങ്ങൾക്ക് ആർമിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു എന്നത് ഒരു ഭാഗത്ത്. ഇങ്ങനെയെല്ലാം നേരിടുന്ന പാകിസ്ഥാന് ഇപ്പോൾ തന്നെ ഇന്ത്യ കൊടുത്തിട്ടുള്ള ഈ നയതന്ത്ര തിരിച്ചടി അത് തന്നെ ധാരാളമല്ലേ? അതവർ ഒരു മുഴ മുന്നേ എറിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാര്യം അവർക്കറിയാം അറ്റാക്ക് ചെയ്യും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. ഇന്ത്യയിലെ ഓരോ പൗരനും അറിയാവുന്നത് പോലെ തന്നെ ടെററിസ്ഥാനിലെയും ഓരോ പൗരനും അറിയാം ഇത് അറ്റാക്ക് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് ഈ സിന്ധു നദി ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഡ്രോട്ട് ആവും, അല്ലെങ്കിൽ ഫ്ലഡ് ആവും. ഇതൊക്കെ ഈ സിന്ധു ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ടൈം. അത് ഡാം ഒക്കെ കെട്ടി അതിനകത്തെ വാട്ടർ മാനേജ്മെന്റ് ഡൈവേർട്ട് ചെയ്ത് നമ്മളത് ഇതെടുക്കണം. പക്ഷെ അതൊരു പാഠമാണ് കൊടുത്തത്. ഇതെല്ലാം ലോങ് ടൈം ആണ് വരുന്നത്. കാര്യം അത് അവർ അന്നേരം ഇന്റർനാഷണൽ ഫോറത്തിൽ പോയി, ഇപ്പൊ തന്നെ ഓൾറെഡി അവർ പോയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അവരോട് ഡാം കെട്ടാൻ ചെന്നാൽ തീർച്ചയായിട്ടും അതൊരു വളരെ ഒരു അലോരസപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ ബോർഡർ ഫെൻസിങ്ങിന് തന്നെ എത്രയോ വർഷങ്ങൾ എടുത്തതിന് ശേഷമാണ് ബോർഡർ ഫെൻസിങ് തന്നെ കംപ്ലീറ്റ് ആയത്. അപ്പം അങ്ങനെ ആ ഒരു ആംഗിളിലോട്ട് നമ്മൾ നോക്കുന്നത് ലോങ് ടേം ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ എല്ലായ്പ്പോഴും ഈ ടെററിസ്ഥാനെ ലോങ് ടൈമിൽ ഡീസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീറ്റ് ബലൂച്ചിലാണെങ്കിലും കൊള്ളാം, അല്ലാതെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സൈഡിൽ കൂടെ ആണെങ്കിലും കൊള്ളാം, അവരെയെല്ലാം നമ്മൾ കോൺഫിഡൻസിൽ എടുക്കുകയും അതുപോലെ തന്നെ ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഇത് ചെയ്യുകയും, എന്താണ് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിൽ ചെയ്തത്, മുക്തിവാഹിനി എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യൻ ആർമി ഒക്കെ ചില സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയായിരുന്നു. കാര്യം അവരുടെ ആൾക്കാർ തന്നെ വന്ന് അവരെ നമ്മൾ അവർ കാണിച്ചു തരുമായിരുന്നു. നമ്മൾ റെക്കി ചെയ്യുവോ സ്റ്റഡി ചെയ്ത് പോകണ്ട, ഇന്നടത്തുണ്ട്. അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ നമ്മൾ അതായത് അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ നമ്മൾ മുതലെടുപ്പിച്ച് ഇത് ചെയ്യണം. പക്ഷെ ഇപ്പൊ നമുക്ക് പറ്റിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ആത്മാഭിമാനത്തിന് ഏറ്റവും ഒരു മുറിവാണ്. അത് നമ്മൾ അതിന് ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള ആ ഒരു പോളിസിയെ പറ്റുള്ളൂ. കാര്യം ഇന്ത്യയും ടെററിസ്ഥാനും ഈസ് ലൈക്ക് ഓൾവേസ് ലൈക്ക് റാറ്റ് ആൻഡ് ക്യാറ്റ്, അത് എല്ലാവർക്കും അറിയാം. അപ്പം ആ സമയത്ത് അവർക്ക് ഇൻ ബിറ്റ്വീൻ അവർക്ക് പ്രഹരം കൊടുത്തേ പറ്റുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അത് അവരുടെ ഓർമ്മ, അതായത് ചില സമയത്തുണ്ടല്ലോ ചിലവർക്ക് ചില മെഡിസിൻ കൊടുക്കണം, പിന്നെ ബോധം കെട്ട് കിടക്കും, വീണ്ടും ഉണരുമ്പം പിന്നെയും മെഡിസിൻ കൊടുക്കും. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്. അവരതങ്ങ് മറന്നു പോകും. പിന്നെ രണ്ടാമത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടാണ്. ഒരു കമാൻഡറിന് പോലും നമ്മുടെ ഒരു ജവാന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടുകൊണ്ട് എന്തും നേടാനായിട്ടുള്ള ഒരു ഇതിലോട്ട് പോവില്ല. നേരെ മറിച്ച് ടെററിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോർ ഫ്രണ്ടിലോ 2 ടെററിസ്ഥാന്റെ റെഗുലർ ആർമി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 8 ടെററിസ്റ്റ് ആണ് അവരുടെ കൂട്ടത്തിൽ ഫൈറ്റിംഗ്. They are with their weapon.
അവരുടെ തന്നെ വെപ്പൺ അവർ തന്നെ വെപ്പൺ കൊടുത്ത് നിങ്ങൾ പോയി ഫൈറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലാണ്. അപ്പൊ കൂട്ടത്തില് നോമിനലായിട്ട് ഇപ്പൊ അതിന് ഉദാഹരണം നമ്മളിപ്പോ കണ്ടില്ലേ, ഇതിൽ ഈ അറ്റാക്കിലും പാകിസ്ഥാൻ റെഗുലർ ആർമിയുടെ ഒരാളാണ് കമാൻഡോ ആണെന്ന് പറഞ്ഞത്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്തെന്ന് നമ്മളത് മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അഫ്ഗാനിസ്ഥാനികൾ അല്ലെങ്കിൽ പാകിസ്ഥാനികളും ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ആൾക്കാരും മോറുള്ള കാണാൻ സിമിലാരിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് അവരെ ഈ കവേർട്ട് ഓപ്പറേഷൻ ചെയ്യിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് ഒരു തമ്പി അല്ലെങ്കിൽ ഒരു തമിലിയൻ അല്ലെങ്കിൽ ഒരു മലയാളി ചെന്നിട്ട് പാകിസ്ഥാനിൽ കുൽഭൂഷൺ യാദവിന്റെ ഒക്കെ എക്സാമ്പിൾ നമുക്കറിയാം, അതുപോലെ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഈ നമുക്കിപ്പം അറ്റാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അത് ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായും അങ്ങനെയുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നത് അറിയേണ്ടതുണ്ട്. അത് പക്ഷേ ശത്രുവിന് ഇടം നൽകിക്കൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന സമയത്തോ ആയിരിക്കില്ല. എന്തായാലും ആയുധം കൊണ്ടോ അല്ലെങ്കിൽ അംഗബലം കൊണ്ടോ മാത്രമുള്ള യുദ്ധമല്ല, പുതിയ കാലഘട്ടത്തിൽ നയതന്ത്ര യുദ്ധം എന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ അങ്കലാപ്പാണ് ഐക്യരാഷ്ട്രസഭയിലടക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ ഇപ്പോൾ വായിച്ചെടുക്കേണ്ടത്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.